64 ദിവസത്തെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ തിരിച്ചുപോയി ദ്വാരകയിലേക്ക്. കുചേലനും തിരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ പോർട്ട് എന്താ പറയുക, എവിടെയാണ് കുചേലൻ? പോർബന്ദറിന് അവിടെയായിരുന്നു. ഗാന്ധിജിയുടെ നാട്ടുകാരനായിരുന്നു ആര്? സുദാമാവ്. അദ്ദേഹം അങ്ങോട്ട് പോയി. അങ്ങനെ കാലം മുന്നോട്ട് പോയി. സുദാമാവാണെങ്കിൽ പ്രത്യേകിച്ചൊരു ജോലിയൊന്നും പോയി 24 മണിക്കൂർ ഇങ്ങനെ ജപിക്കുക, അതിലങ്ങനെ രമിക്കുക, ആസ്വദിക്കുക. ഭാര്യ കല്യാണം കഴിഞ്ഞു. ഭാര്യയ്ക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാധന കണ്ടപ്പോൾ പറഞ്ഞു, അങ്ങക്ക് അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ തുടർന്നോളൂ. ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു ഭാര്യയെ കിട്ടുമോ നിങ്ങൾക്ക്? ഇരുന്ന് ജപിക്കുന്നൊരു ഭർത്താവിനെ കിട്ടിയാൽ തോണ്ടി പുറത്തിട്ടുണ്ടാവും. ഇല്ല, ആരെങ്കിലും ഉൾക്കൊള്ളുമോ അങ്ങനെ ഒരു ഭർത്താവിനെ? ഇതാ അങ്ങ് ഇരുന്ന് ജപിച്ചോളൂ, വിരോധമില്ല, ഞാൻ എന്താ വെച്ചാൽ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ഭാര്യ പലയിടത്തും പോയി യാചിച്ച് കിട്ടുന്നതൊക്കെയാണ് പാവത്തിന് കൊടുക്കുക. സുദാമാവാണെങ്കിൽ അദ്ദേഹത്തിന് 3 ഗുണങ്ങളുണ്ടായിരുന്നു. എന്താ ഗുണം? എന്ത് കൊടുത്താലും തൃപ്തനായിട്ട് കഴിക്കും. ഒരു കംപ്ലൈൻ്റ് ഇല്ല, ഒരു ഡിമാൻഡില്ല, ഇന്നത് വേണം എന്നൊരു നിർബന്ധ ബുദ്ധിയുമില്ല, കിട്ടിയതിനെക്കുറിച്ചൊരു പരാതിയുമില്ല. ഉള്ളതിൽ അത്യന്തം എങ്ങനെയുള്ള ഒരാൾ? സംതൃപ്തരായിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ജീവിതത്തിൽ? കേട്ടില്ലേ നിങ്ങൾ? അങ്ങനെയുള്ളവരെ കാണാൻ പറ്റുമോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? കാണാൻ പറ്റുമോ? ഇല്ല. പരാതിയില്ല, കുറ്റപ്പെടുത്തലില്ല, കിട്ടിയതെല്ലാം തൃപ്തിയോടെ സ്വീകരിച്ച മഹാനായിരുന്നു ആര്? സുദാമ. ഭാര്യയ്ക്ക് വലിയ വിഷമം. കാരണം ഇതൊന്നും പോര പാവത്തിന്. കാരണം ദിനം പ്രതി അദ്ദേഹത്തിൻ്റെ ആത്മാവ് തെളിയുന്ന പോലെ തന്നെ എല്ല് തെളിഞ്ഞ് വരികയാണ്. അതായത് തോലിനും അസ്ഥിക്കുമിടയുള്ള മാംസത്തിൻ്റെ ശക്തി ആഹാരത്തിൻ്റെ ശക്തി കാരണം, ആഹാരം ഇല്ലാത്തത് കാരണം കുറഞ്ഞു വരികയാണ്. ഞാൻ പറഞ്ഞില്ലേ, പാവത്തിന് എക്സ്റേ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അല്ലാതെ തന്നെ എല്ലാ എല്ലുകളും കൃത്യമായി എണ്ണി നോക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നു. അത്ര ആ പാവത്തിൻ്റെ ദാരിദ്ര്യത്തിലേക്ക് അങ്ങനെ യാത്ര. ഇത് കണ്ടപ്പം ഭാര്യ ഇടയ്ക്ക് പറയും, ഇതൊന്നും എനിക്കറിയാം, അങ്ങ് എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സന്തോഷിപ്പിക്കാൻ പറയുകയാണെന്ന്. ഒന്ന് പോയി കൃഷ്ണനെ കണ്ടുകൂടെ, ഒന്ന് പോയി ആ മഹാത്മാവിനെ കണ്ടുകൂടെ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ചോദിക്കും, എന്തിനാ ദേവി ബുദ്ധിമുട്ടിക്കുന്നത്, എന്തിനാ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് മാത്രം പറയും. ഒരിക്കൽ സുധാമാവ് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു, എത്ര കാലമായി ഞാൻ ഭഗവാനെ കണ്ടിട്ട്, മേ ഉത്തമ ശ്ലോക ദർശനം, കുറേ കാലമായില്ലേ ദേവി, ഒന്ന് കൃഷ്ണനെ കാണാൻ പോയാലോ എന്ന്. ദേവിക്ക് വലിയ സന്തോഷമായി. ഇത് കഴിഞ്ഞ് സുദാമാവ് ചോദിക്കുകയാണ്, കിഞ്ചിത് ദീയതാം, കൊടുക്കട്ടെ വല്ലതും, എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ കൃഷ്ണനെന്ന്. സുദാമാവിൻ്റെ ഭാര്യ മലയാളി അല്ലാഞ്ഞ നന്നായി. മലയാളിയാണെങ്കിൽ എന്താ പറയുക, പിന്നെ നിങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ മനുഷ്യ എന്ന് പറയും, ചീത്ത വിളിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ സുദാമാവിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരെന്താ അറിയോ? സുശീല എന്നാണ്. എന്താണ്? നല്ല ശീലമുള്ള, ഉടുക്കാൻ ശീലമില്ല, പക്ഷേ ശീലം കൊണ്ട് നല്ല ശീലം ഉണ്ടായിരുന്നു. ആ ഭാര്യ അവിടെ നിന്ന് ഓടി ഒരു വീട്ടിൽ ചെന്നിട്ട് യാജിത്വ ചതുരോന്മുഷ്ടീൻ, ചതുരം 4 മുഷ്ടി, പൃഥുകതണ്ടുലാൻ, എന്ത് കിട്ടി? അവില് കിട്ടി. ഇതിനെ ശൈലകണ്ഠേന താൻ ബദ്ധ്വ, എന്തിൽ കെട്ടി? ഏതിൽ കെട്ടി? ഒരു തുണിക്കഷ്ണത്തിൽ. അന്ന് പ്ലാസ്റ്റിക് ഇല്ലല്ലോ. എന്നിട്ട് അത് സുധാമാവിൻ്റെ കയ്യിൽ കൊടുത്തു. ഇനിയാണ് ഇപ്പം നമ്മളുണ്ടാക്കിയ അബദ്ധം. ഏത്? ഈ അവിൽക്കിഴി എടുത്തിട്ട് സുധാമാവ് കക്ഷത്ത് വെച്ചു. അത് ഈ ഏപ്രിൽ മെയ് മാസത്തിലാണെങ്കിൽ വൃത്തിയില്ലേ. പിന്നെ കൃഷ്ണൻ പറയും, ഇത്തിരി പഞ്ചസാരം കൂടി വേണമെങ്കിൽ ആവാമെന്ന്. കാരണം അത്രയും ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട. കക്ഷത്ത് വെക്കും ആരെങ്കിലും, അതും കഴിക്കാനുള്ളൊരു സാധനം, അതും പ്രത്യേകിച്ച് ശീലയിലും കൂടിയിട്ടുള്ളൊരു സാധനം. ഭഗവാൻ
വേദവ്യാസ മഹർഷി അങ്ങനെ എഴുതി വച്ചിട്ടില്ല. അത് വഞ്ചിപ്പാട്ടിൽ മാത്രമേ ഉള്ളൂ. എവിടെ വെച്ചത്? ഈ കഥകളിക്കാർ അത് ചിലപ്പോൾ അത് ചെയ്യും, സങ്കടം തോന്നും. ഞാൻ തന്നെ പലപ്പോഴും കഥകളിയുടെ ആചാര്യന്മാരോട് ഇത് ചെയ്യരുത്, നിങ്ങൾ ഈ കക്ഷത്ത് വെച്ചിട്ടിങ്ങനെ, അങ്ങനെ ഒരിക്കലും കക്ഷത്ത് വെച്ചിട്ടില്ല. അതിങ്ങനെ എവിടെയോ കയ്യിലൊക്കെ ഇവിടെ തൂക്കി വെച്ചിട്ട് പോയിട്ടുണ്ടാവണം. കക്ഷത്ത് വെച്ചു എന്ന് ഭാഗവതത്തിലില്ല. ഏതായാലും അദ്ദേഹം അങ്ങനെ ദ്വാരകയിലേക്ക് പോകുന്നു. കൃഷ്ണനെ കാണാൻ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞ്, കൃഷ്ണനാണെങ്കിലോ രാവിലെ മുതൽ വീട് വൃത്തിയാക്കുന്ന ജോലിയാണ്. അവിടെ ഇരിക്കുന്ന ദിവാനക്കോട്ടൊക്കെ വൃത്തിയാക്കി വെക്കണു, ജനവാതിലൊക്കെ ഇടയ്ക്കിടയ്ക്കുന്നു തുറന്നു നോക്കുന്നു, ഇരിപ്പിടമൊക്കെ ശരിയാക്കുന്നു, കാല് കഴുകാനുള്ള വെള്ളം, തളിക, പൂജിക്കാനുള്ള സാധനങ്ങൾ. ഭക്തിമാർ ചോദിച്ചു, എന്താ ഇന്നൊരു പ്രത്യേകത ഉണ്ടല്ലോ? ഭഗവാനാണെങ്കിലോ ഒരക്ഷരം മിണ്ടണമില്ല, ഫുൾ സസ്പെൻസിൽ വെച്ചിരിക്കുകയാണ്. ഭക്തിമാർക്ക് മനസ്സിലായി ഇവിടെ ആരോ ഒരു പ്രധാന അതിഥി വരുന്നുണ്ട്, കൃഷ്ണൻ എന്തോ ഒരു ഒരുക്കത്തിലാണ്, ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജനവാതിലിൻ്റെ കൂടെ നോക്കണ കാണാം. അങ്ങനെ ഇരിക്കെ ഭഗവാൻ ദൂരെ നിന്നും തൻ്റെ സതീർത്ഥ്യൻ വരുന്നത് കാണാം. ആ ഭാഗമൊന്നും നമുക്ക് വായിക്കാം. 80-ാം അധ്യായത്തിൽ 18-ാം ശ്ലോകം മുതൽ സുധാമാവിൻ്റെ ആഗമനവും കൃഷ്ണൻ സ്വീകരിക്കുന്നതുമായ ആ ഭാഗത്ത് ഭാഗവതം എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് നോക്കാം നമുക്ക്. 18-ാം ശ്ലോകം 80-ാമത്തെ അധ്യായം. തം വിലോക്യാച്യുതോ ദൂരാൽ പ്രിയാ പര്യംഗമസ്ഥിത സഹസോത്തായ ച ഭിത്യം ദുർഭ്യം പര്യഗ്രഹിന്മുദാം സഖ്യോ പ്രിയസ്യ വിപക്ഷേ അംഗസംഗാതി നിർവൃതാം പ്രീതോ വിമുഞ്ചത ബിന്ദുൻ നേത്രാപ്യം പുഷ്കരക്ഷണാം അധോപവേശ്യ പര്യങ്കേ സ്വയം സഖ്യോ സമർക്കണം ഉപഹൃത്യാപനിജ്യാസ്യം പാദോ പാദാവനേജനീ അഗ്രഹീ ശിരസാരാജൻ ഭഗവാൻ ലോകപാവന വിലിംബൽ ദിവ്യഗന്ധേന ചന്ദനാഗരുകുങ്കുമൈ ധൂപൈ സുരഭിർമിത്രം പ്രദീപാവലിബിർമുദാം അർച്ചിത്വാ വേദ്യതാംബൂലം ഗാം ച സ്വാഗതമബ്രവീത് കുജൈലം മലിനം ക്ഷാമം ദ്വിജം ധമനി സന്തതം ദേവീ പര്യചരൽ സാക്ഷാൽ ചാമരവ്യജനേന വൈ അന്തഃപുരജനോ ദൃഷ്ട്വാ കൃഷ്ണേനാമലകീർത്തനാം വിസ്മിതോ ഭൂലതി പ്രീത്യാം അവധൂതം സമാജിതം കിം അനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുനാം ശ്രിയാഹീനേന ലോകേസ്മിൻ ഗർഹിതേനാഥമേന ചാം യോസൗ ത്രിലോകഗുരുണാം ശ്രീനിവാസേന സംവൃതാം പര്യങ്കസ്തം ശ്രിയം ഹിത്വാം പരിഷ്യക്തോ ഗൃജോ യദാം കഥയൻ ചക്രുദുർഗാദാം പൂർവാ ഗുരുകുലേ സതോ ആത്മനോ ലളിതാരാജൻ കരൂഗൃഹ്യ പരസ്പരം. ഭഗവാൻ എന്താ ചെയ്ത്? തം വിലോക്യ അച്യുതോ ദൂരാൽ, ദൂരെ തൻ്റെ സുഹൃത്ത് നടന്നു വരുന്നത് കണ്ട് ഭഗവാൻ സഹസ ഉത്തായ ചാടി എണീറ്റ് ഓടി അങ്ങോട്ട്. അവിടെ ആ വഴിയിൽ തൻ്റെ സുഹൃത്തിനെ കണ്ടതും പരിഗ്രഹീ ഭഗവാൻ അങ്ങോട്ട് അദ്ദേഹത്തിനെ അങ്ങോട്ട് ആലിംഗനം ചെയ്തിട്ട്, അപ്പോഴേക്കും ഭഗവാന്റെ കണ്ണിൽ നിന്ന് വിമുഞ്ചത ബിന്ദൂൻ നേത്രാഭ്യം പുഷ്കരേക്ഷണ, കൃഷ്ണന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊക്കെ വീണു. കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുവരികയാണ്. ആ സുധാമാവിനെ ഒരു പീഠത്തിലൊക്കെ ഇരുത്തി ഭഗവാൻ പിന്നെ അങ്ങോട്ട് കാലെല്ലാം കഴുകിക്കൊണ്ട് പിന്നെ പറയുന്നത് ചന്ദനാകരുകുങ്കുമൈ, ഭഗവാനെ കുഴിഞ്ഞ് ധൂപൈ സുരഭിർമിത്രം പ്രദീപാവലിബിർമുദാം അർച്ചിത്വാം, ഭഗവാൻ അർച്ചിച്ചുകൊണ്ട്
അദ്ദേഹത്തിനെ പൂജിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് സ്വീകരിച്ച് അങ്ങനെയൊക്കെ ഭഗവാൻ സുദാമാവിനെ പൂജിക്കുന്നത് കണ്ടപ്പോൾ പത്നിമാർ ചോദിക്കുകയാണ്, ഇത്രയും കാലം ഇവിടെ ഇങ്ങനെ ആരും പൂജിതരായിട്ടില്ല. ഇദ്ദേഹമാണെങ്കിലോ കണ്ടു കഴിഞ്ഞാൽ അങ്ങേയറ്റം സമ്പത്തൊന്നുമില്ലാത്ത, കണ്ടു കഴിഞ്ഞാൽ കുചൈലം മലിനം ക്ഷാമം തിജം, കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉടുത്ത വസ്ത്രം കുചൈലം, വൃത്തിയില്ല, ശരീരമാണെങ്കിൽ ശോഷിച്ചിരിക്കുന്നു. എന്താവോ ഇദ്ദേഹത്തിന് ഇത്രയും മഹത്വം? അങ്ങനെ ഭഗവാൻ പൂജിച്ചിരുത്തുകയാണ്. കൃഷ്ണനെ ലോകം പൂജിക്കുമ്പോൾ കൃഷ്ണൻ സുദാമാവിനെ പൂജിക്കുന്നു. ലോകം മുഴുവൻ ആരെ പൂജിക്കുന്നു? കൃഷ്ണനെ പൂജിക്കുന്നു. കൃഷ്ണൻ സുദാമാവിനെ പൂജിക്കുകയാണ്. അങ്ങനെ ഒരു രംഗം ആലോചിച്ചൊക്കെ, സാക്ഷാൽ കൃഷ്ണനാൽ പൂജിതനായ സുദാമാവ്. എന്നിട്ട് ഭഗവാൻ പൂജിച്ച് പിന്നെയാണ് ചേർത്തിരുത്തി കഥകൾ പറയുമ്പോഴാണ് മനസ്സിലായത് ഇത് കൃഷ്ണൻ്റെ കൂടെ പഠിച്ച സതീർത്ഥ്യനായ സുദാമാവാണ്. അങ്ങനെ സുദാമാവിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ഭഗവാൻ ഗുരുകുലവാസത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഗുരുകുലവാസത്തിലാണ് ഒരു ദിവസം വിറകൊടിക്കാൻ വേണ്ടി പോയതും ഭയങ്കര മഴ വരാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ഗുരു അന്വേഷിച്ചു പോകുന്നതും നനഞ്ഞ് കുതിർന്ന് പിണ്ടങ്ങളായിരിക്കുന്ന അവരെ മാറോട് ചേർത്ത് കൃഷ്ണൻ അനുഗ്രഹിച്ചു. സുദാമാവെ ഓർമ്മയില്ലേ നമ്മളെ ഒന്ന് അനുഗ്രഹിച്ചതൊക്കെ? ആ കാര്യം കൃഷ്ണൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നു, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നത് ഇത് ഓർത്തു വെച്ചോണം. ഈ വരികൾ 43-ാം ശ്ലോകം പറയുന്നു, ഇത്തം വിധാന്യനേകാനി വസതാം ഗുരുവേശ്മസോ ഗുരോരനുഗ്രഹേണൈവ പുമൻ പൂർണ്ണപ്രശാന്തയേ ഗുരോരനുഗ്രഹേണൈവ പുമൻ പൂർണ്ണപ്രശാന്തയേ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് ഗുരുത്വമാണ്. ഇപ്പം ഗുരുത്വം എന്ന വാക്കിനർത്ഥം അനുഷ്ഠാനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം എന്നാണ്. ഇപ്പം ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഒരാളുടെ കാല് തൊട്ട് കിട്ടുന്നതല്ലത്, നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെ കിട്ടുന്ന കരുത്തിൻ്റെ പേരാണ്. ഇപ്പം നോക്കൂ, രാവിലെ നമ്മൾ കണ്ടു ശിഷ്യന്മാരെല്ലാം പാടുന്നത് അഷ്ടപതി. ഇപ്പം ഗുരുത്വം ഉണ്ടാവുക പറഞ്ഞാൽ എന്താണ്? ആ ഗുരു പറഞ്ഞു കൊടുക്കുന്ന രാഗതാള ഭാവത്തിലൂടെ പാടുന്നതല്ലേ ഗുരുത്വം? ആണോ? ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാടിയാൽ അത് ഗുരുത്വമാണോ ഗുരുത്തക്കേടാണോ? അങ്ങനെ പാടി ഗുരുത്വം കേട്ടവൻ എങ്ങനെയല്ല പാടുന്നത്, എങ്ങനെയാണോ അതിനെ പഠിപ്പിച്ചതെന്നല്ലേ ചോദിക്കും. ആണോ? അപ്പം രാഗതാള ഭാവങ്ങളൊക്കെ ഉൾക്കൊണ്ട് എന്താണോ പരിശീലിപ്പിച്ചത് അതിനനുസരിച്ച് ചെയ്യാനുള്ള അനുഷ്ഠിക്കാനുള്ള കഴിവിൻ്റെ പേരാണ് എന്ത്? ഒരു കുട്ടിയെ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ എന്താ പറയുക? നല്ല ഗുരുത്വമുള്ള കുട്ടി എന്നാണോ പറയുക? ആണോ? ഭാഷ അങ്ങനെയാണോ ഉപയോഗിക്കുക? ആണോ? തൻ്റെ ഇഷ്ടപ്രകാരം പോയാലോ? ഗുരുവിൻ്റെ വഴിക്കും ശിഷ്യൻ്റെ വഴിക്കും പോയാലോ നമ്മൾ പറയും ഗുരുത്വം കെട്ടവെന്ന് പറയും. അപ്പോൾ ഇവിടെ ആ ഒരു ഭഗവാൻ പറയാണ്, നമ്മളെ ഇത്രത്തോളം ഇവിടെ കൊണ്ടെത്തിച്ചത് ആരാണ്? ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഗുരുവിൻ്റെ അനുഗ്രഹമാണ്, ഗുരുത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ സുദാമാവിനെ ഒരിക്കൽ കൂടി കെട്ടിപ്പിടിച്ചു. ഈ സമയത്ത് സുദാമാവ് കൃഷ്ണനോട് പറയുകയാണ്. 2 വരികൾ നമുക്ക് കാണാം, 44-45. കിം അസ്മാഭി നിർവൃത്തം ദേവദേവ ജഗദ്ഗുരു. കൃഷ്ണനെ കാണുന്നത് ഏത് രൂപത്തിലാണ്? കേവലം തൻ്റെ സഹപാഠിയായിട്ട് അല്ലെ സുഹൃത്തായിട്ടാണോ കാണുന്നത്? ദേവദേവ ഹേ ജഗദ്ഗുരു കൃഷ്ണ, അങ്ങക്ക് വല്ലതും പഠിക്കേണ്ടതായിട്ടായിരുന്നോ അങ്ങ് വന്നത്? ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കാനുള്ള ആ ഒരു താല്പര്യം കൊണ്ടല്ലേ അങ്ങ് പഠിക്കാൻ വന്നിരിക്കുന്നത്? ഇതൊരു വെറും അഭിനയമല്ലേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് സുദാമാവ് കൃഷ്ണൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. ആ സമയത്ത് 81-ാം അധ്യായത്തിലേക്ക് വരുമ്പം കൃഷ്ണൻ ചോദിക്കുകയാണ്, അല്ല സുദാമാവേ, അങ്ങ് വരുമ്പോൾ അങ്ങയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് കൊണ്ടുവരാതിരിക്കില്ല? നോക്കണേ, ആ എല്ലും തോലായിട്ടുള്ള മനുഷ്യനെ കണ്ടാൽ
ഒരുവിധം ആരെങ്കിലും കൈ നീട്ടുമോ? സുധാമാവിനെ കണ്ടാൽ കൈ നീട്ടാൻ തോന്നുമോ? എന്നാൽ കൃഷ്ണന് യാതൊരു മടിയും ഉണ്ടായില്ല. കൈ നീട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, കിം ഉപായനമാനീതം ഭവതാ ഗൃഹാതെന്ന, എന്താണ് അങ്ങയുടെ ഗൃഹത്തിൽ നിന്നും എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? നോക്കണം, വല്ലാത്തൊരു അത്ഭുതമല്ലേ ചിത്രം. ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന സുധാമാവിൻ്റെ മുന്നിൽ സമ്പൽ സമൃദ്ധിയിൽ നിൽക്കുന്ന കൃഷ്ണൻ കൈനീട്ടുന്ന ആ ചിത്രം, ആ ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? സുധാമാവിൻ്റെ മുന്നിൽ കൃഷ്ണൻ കൈനീട്ടുന്ന ആ രംഗം ഒന്ന് ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതെങ്ങാനും പേപ്പറിൽ കൊടുത്താൽ കൃഷ്ണന് ഫേസ്ബുക്കിലിട്ടാൽ ട്രോൾ ഉണ്ടാവുമോ? കൃഷ്ണനെ ട്രോൾ ചെയ്ത് കൊന്നിട്ടുണ്ടാവും ആൾക്കാർ, ഇല്ലേ? ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന സുധാമാവിൻ്റെ മുന്നിൽ കൃഷ്ണൻ കൈനീട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് അങ്ങെനിക്ക് കൊണ്ടുവന്നത്? അത് നല്ലൊരു ശക്തി വേണ്ട അങ്ങനെ ചോദിക്കാൻ, വേണ്ടേ? എന്താ ഒന്നും മിണ്ടാത്തത്? കൃഷ്ണൻ ഒരു മടി ഉണ്ടായില്ലേ ചോദിക്കാം. എന്നിട്ട് പറയാണ്, വലിയതൊന്നും വേണമെന്നില്ല, എന്തു മതി? പത്രം എന്ന് പറഞ്ഞാൽ വീട്ടിലിടുന്ന ന്യൂസ് പേപ്പറാണോ? അല്ല, ഒരു ഇലയിലും മതി. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തിമഹൃതം അസ്നാമി പ്രയതാത്മന. ഒരു പത്രം, ഒരു പുഷ്പം, അല്ലെങ്കിൽ ഒരു ഫലം, ഇനി അതൊന്നുമില്ലെങ്കിലും തോയം, ഒരു തുള്ളി വെള്ളമായാലും മതി, എന്തായാലും ശരി. ഭക്തിയാ പ്രയച്ഛതി, ഭക്തി കൊണ്ട് തന്നാൽ ഞാൻ അതുകൊണ്ട് ധന്യനാവും, തൃപ്തനാവും. കൈനീട്ടി എന്താണ് കൊണ്ടുവന്നത്? സുധാമാവാണെങ്കിലോ തൻ്റെ കയ്യിലിരിക്കുന്ന അവില്, കക്ഷത്തല്ലേ, കയ്യിലിരിക്കുന്ന അവില് നേരെ പുറകോട്ട് പിടിച്ച് കളഞ്ഞു. അദ്ദേഹത്തിന് ലജ്ജ വന്നു. വ്രീഡിത പതയേ ശ്രിയ കൊടുത്തില്ലേ കൃഷ്ണന്? അദ്ദേഹം കൈനീട്ടിയ കൃഷ്ണനെ നിരാശനാക്കി. നമ്മളാണെങ്കിൽ വിചാരിക്കും, ഉള്ളത് അങ്ങോട്ട് കൊടുക്കും, അങ്ങോട്ട് കൊടുത്തൂടെ എന്ന്. സുധാമാവിൻ്റെ ഭാര്യ ഇല്ലാതെ നന്നായി. സുധാമാവിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ കണ്ണുകൊണ്ടൊക്കെ കാണിക്കും, കൊണ്ടുവന്നില്ലേ പിന്നെ എന്തെങ്ങനെ വെച്ചിരിക്കുന്നത് അല്ലേ? നിങ്ങളാണെങ്കിൽ അങ്ങനെയല്ലേ പറയാ, കണ്ണുകൊണ്ട് കാണിക്കില്ലേ? കണ്ണുകൊണ്ടൊക്കെ കാണിക്കും. എന്നാൽ ഇവിടെ സുധാമാവ് കയ്യിലുള്ള സാധനം കൊടുത്തില്ല എന്ന് മാത്രമല്ല, പുറകോട്ട് പിടിച്ചു. നിങ്ങളിപ്പോൾ എന്താ കരുതുക? അവില് തുച്ഛം, കൃഷ്ണൻ എങ്ങനെ കൊടുക്കും? ആണോ? അങ്ങനെയൊക്കെയല്ലേ കരുതുക? കൃഷ്ണനെപ്പോൾ ഇത്രയും വലിയൊരു മഹാത്മാവിന് അല്ലേ, വല്ല ലഡുവൊക്കെ ആയിരുന്നു ഓക്കെ, ഈ സാധനം എങ്ങനെ കൊടുക്കും എന്നല്ലേ? എന്നാൽ സുധാമാവ് കൊടുക്കാതിരുന്ന അതിനല്ല. സുധാമാവ് എന്തുകൊണ്ട് അവില് തന്നില്ല എന്ന് കൃഷ്ണനും ചിന്തിച്ചു എന്നാണ്. അപ്പം മനസ്സിലായി, സർവഭൂതാത്മദ് സാക്ഷാൽ തസ്യാഗമന കാരണം വിജ്ഞായ ചിന്തയന്നായം ശ്രീകാമോമാപദത്പുര. ഈ സുധാമാവ് എനിക്ക് അവില് തരാത്തതിന് കാരണം, എനിക്ക് സുധാമാവ് അവില് തന്നാൽ, ഞാനത് വാങ്ങിച്ചാൽ, ഞാനും ഇതുപോലെ ഒരു റെസിപ്രോക്കലില്ലേ, ഞാനും ഇതുപോലെ ഒരു കിഴി കൊടുത്താൽ അത് സുധാമാവും വാങ്ങിക്കേണ്ടി വരും. എൻ്റെ മുന്നിൽ കൈ നീട്ടാൻ സുധാമാവ് ലജ്ജിക്കുന്നു എന്നാണ്. ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും കൃഷ്ണൻ്റെ മുന്നിൽ കൈ നീട്ടാൻ സുധാമാവ് ലജ്ജിക്കുന്നു. സുധാമാവിന് കൃഷ്ണൻ്റെ മുന്നിൽ കൈ നീട്ടാൻ മനസ്സ് വന്നില്ല എന്നാണ്. കൃഷ്ണനിൽ നിന്ന് തനിക്കൊന്നും വേണ്ടതായിട്ടില്ല. കൃഷ്ണൻ തൊഴുതുപോയി. ഇത്രയും വലിയൊരു മഹാത്മാവ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, കൃഷ്ണനിൽ നിന്ന് തനിക്കൊന്നും വേണ്ട.
കൃഷ്ണൻ്റെ മുന്നിൽ താൻ ഒരിക്കലും കൈനീട്ടില്ല. അങ്ങനെയൊന്ന് ചിന്തിക്കാൻ പറ്റുമോ മനുഷ്യർക്ക്? സുധാമാവ് അതുകൊണ്ട് കൊടുത്തില്ല. ഭഗവാൻ അങ്ങോട്ട് ഭയങ്കര ഒരു ബഹുമാനം തോന്നി സുധാമാവിനോട്. പാവം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കഷ്ടപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്, ആ ഭാര്യയ്ക്ക് എന്തെങ്കിലും അനുഗ്രഹം ചൊരിയണം എന്ന് വിചാരിച്ചു. ഇത്തം വിചിന്ത്യവസനാൽ, അതിനു മുമ്പ് പറയുന്നത് പത്ന്യാ പതിവ്രതായാസ്തു പ്രിയാ ചികിത്സയ. അദ്ദേഹത്തിൻ്റെ ഭാര്യ പാവം കഷ്ടപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തം വിചിന്ത്യവസനാൽ ക്ഷീരബദ്ധൽ ദിജന്മന സ്വയം ചഹാരക്കിമിതം ഇതി പ്രതുകതണ്ടുലൻ. ഭഗവാൻ സുധാമാവിൻ്റെ ഭാര്യയ്ക്ക് അത്യന്തം ദുർലഭമായ അല്ലെങ്കിൽ അത്യധികം ശ്രേഷ്ഠമായ സമ്പത്തിനെ ഞാനിതാ കൊടുക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് സുധാമാവ് ഒളിപ്പിച്ചു വെച്ച അവിൽക്കിഴിയെ തട്ടിപ്പറച്ചെടുത്തു എന്നാണ് ഭാഗവതം പറയുന്നത്. കാരണം കൃഷ്ണന് തട്ടിപ്പറയ്ക്കാൻ വളരെ കഴിവുള്ള ആളാണല്ലോ. ഒന്നും മര്യാദയ്ക്ക് എവിടെ എടുത്തിട്ടില്ല, എല്ലാം തട്ടിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ തട്ടിയെടുത്ത ചരിത്രങ്ങളാണ്. അവിലും കൃഷ്ണൻ എന്ത് ചെയ്തു? തട്ടിയെടുത്തു. അത് സത്യമാണ്. ഈ തട്ടിയെടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അത് പറയുന്നത് കഠോപനിഷത്തിലാണ്. ആരുടെ മനസ്സാണോ നാമജപത്തിൽ സമർപ്പിതമാവുന്നത്, ആ മനസ്സിനെ ഭഗവാൻ പരമാത്മാവ് തട്ടിയെടുക്കുന്ന പറയണത്. യമൈവേഷ വൃണതേ തേന ലഭ്യ തസ്സൈവ ആത്മാ വൃണതേ തനുസ്യാം. കഠോപനിഷത്തിൽ യമരാജാവ് പറയാം നചികേതസിനോട്. ആരുടെ മനസ്സാണോ ഭക്തിയിൽ സമർപ്പിതമാവുന്നത്, ആ മനസ്സിനെ പരമാത്മാവ് ഭഗവാൻ തട്ടിയെടുക്കുന്നതാണ്. യേശ വൃണതേ തേന ലഭ്യ, അവർക്ക് കിട്ടും. തസ്സൈവ ആത്മാ, അവരുടെ ആ ജീവാത്മാവിനെ വൃണതേ തനുസ്യാം, ആ പരമാത്മാവ് അപഹരിച്ചെടുത്തുകൊണ്ടു. ഭഗവാൻ തട്ടിപ്പറിച്ചെടുത്തു. ഒരു പിടി അവിലെടുത്ത് ഭഗവാൻ വായിലിട്ട്. സുധാമാവ് എന്തൊരു രുചി! ഇത് എവിടുന്നാ കിട്ടിയത്? സുധാമാവ് എത്ര രുചി! പറയണ നന്യേതുപനീതം മേ പരമപ്രീണനം സഖേ തർപ്പയന്ത്യംഗമം വീര വിശ്വമേതേ പ്രതുകതണ്ടുലൻ. സുധാമാവെ അത്യന്തം രുചിയുണ്ടല്ലോ ഇത് എന്ന് പറഞ്ഞ് ഭഗവാൻ കൊതിയോടെ രണ്ടാമത് ഒരു പിടിയും കൂടെ എടുത്ത് വായിലേക്ക് ഇടുന്ന സമയത്താണ് സാക്ഷാൽ ശ്രീ ജഗൃഹേ ഹസ്തം. അതുവരെ വീശിക്കൊണ്ടിരുന്ന, പഞ്ചാമരം വീശിക്കൊണ്ടിരുന്ന രുക്മിണീ ദേവി ഒരൊറ്റപ്പെടുത്താണ് കയ്യിൽ. ആരുടെ? സുധാമാവിൻ്റെയോ? ആ പാവത്തിൻ്റെ കൈ എന്തിനാ പിടിക്കണത്? ആരുടെ കൈ? കൃഷ്ണൻ്റെ കൈ. അവിൽ എടുത്ത കൃഷ്ണൻ്റെ കൈ പിടിച്ചു. ആ പിടുത്തത്തിൻ്റെ ശക്തി കൊണ്ട് കൃഷ്ണൻ അവിടെ തന്നെ ഇട്ടു എന്നാണ്. ആ അവില് കിഴി തന്നെ വെച്ചു. പാവം സുധാമാവ് വിചാരിച്ചു കഴിച്ചോട്ടെ, പാവം കഴിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടാൽ. ഇവിടെ രുക്മിണീ ദേവി കഴിക്കല്ലേ കൃഷ്ണ, ഇനി കഴിച്ച അപകടമാണ്. കാരണം രുക്മിണീ ദേവി കാണുന്നത് കൃഷ്ണൻ അവില് കഴിക്കല്ലത്. ഈ സമയത്ത് രുക്മിണീ ദേവിയുടെ അക്കൗണ്ടിൽ നിന്ന് പോലും പൈസ ട്രാൻസ്ഫർ ആയിപ്പോയി ഓൺലൈൻ. സുധാമാവിൻ്റെ വീടൊക്കെ പൊളിച്ച് അവിടെ റീകൺസ്ട്രക്ഷൻ, പുതിയ കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങി. എല്ലാം ഒരു കൊട്ടാരം വീടൊക്കെ പണിത്, പ്ലാസ്റ്ററിങ് കഴിഞ്ഞു, പെയിൻറ്റിങ് കഴിഞ്ഞു, ഫർണിച്ചറിൻ്റെ പണി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു പണി. കോൺട്രാക്ടർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുക, ഫണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അവസാനം രണ്ടാമത്തെ പിടി അവിലാണ്. സുധാമാവിൻ്റെ വീട്ടിലേക്ക് കുറച്ച് പണിക്കാരെ വേണം. രുക്മിണി കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കുന്നു. ഒരു ട്രാൻസ്ഫർ ഓർഡറും കൂടെ, ഫണ്ടും ട്രാൻസ്ഫറായി പോയി. രുക്മിണീ ദേവിക്കും ട്രാൻസ്ഫറോട് കൊടുക്കുന്ന പിടിയായിരുന്നു ഏത്? രുക്മിണീ ദേവിക്ക് മനസ്സിലായി രണ്ടാമത്തെ പിടി കഴിച്ചാൽ പിടി വിട്ടുപോകുന്നു, പിന്നെ കൃഷ്ണൻ എന്നെ പിടി വിട്ടുകയുന്നു. അപ്പം രണ്ടാമത്തെ പിടിയിൽ രുക്മിണീ ദേവി പറഞ്ഞു,
എൻ്റെ അവിടെ എന്താ ഭഗവാൻ, ഞാനിവിടേക്ക് അങ്ങനെ കഴിഞ്ഞു കൂടിക്കൊള്ളാം. അങ്ങനെ രണ്ടാമത്തെ പിടി കഴിക്കാതെ സുധാമാവിനെ പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞു, കുശലങ്ങളൊക്കെ പറഞ്ഞു. അന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സുധാമാവ് കിടന്നുറങ്ങി. പിറ്റേ ദിവസം കൃഷ്ണൻ ഉണരുന്നതിന് മുമ്പ് സുധാമാവ് അവിടെ നിന്ന് എണീറ്റു. കൃഷ്ണനോട് യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോന്നു. എന്താവോ യാത്ര പറയാൻ കാത്തിരിക്കാഞ്ഞത്? സുധാമാവിന് ഒരൊറ്റ പേടിയുള്ളൂ. എന്ത്? കിഴി തരുമോ, കിഴി തരുമോ, കിഴി തരുമോ എന്നൊറ്റ പേടി. കൃഷ്ണനിൽ നിന്ന് തനിക്കൊന്നും വേണ്ട. കിഴിക്ക് വേണ്ടി കാത്തിരുന്നില്ല. സുധാമാവ് യാത്ര പോലും പറയാൻ കാത്തു നിന്നില്ല, ഇറങ്ങിപ്പോന്നു. സുധാമാവ്, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, കേരളം പോലുള്ള സ്ഥലത്തുള്ള വീട്ടിലായിരുന്നെങ്കിൽ തിരിച്ച് ആ അവസ്ഥയിൽ വീട്ടിലെത്തിയാൽ ഭാര്യ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? കിണ്ടിയിൽ വെള്ളമായിട്ടായിരിക്കോ ചൂലായിട്ടായിരിക്കോ? എനിക്കറിയില്ല നിങ്ങളെങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത്. സുധാമാവിന് ഒരു പേടിയില്ല. കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് തനിക്കൊന്നും വേണ്ട. അത് കഴിഞ്ഞ് ദ്വാരകയുടെ പുറത്തിറങ്ങി ആ ദ്വാരകയിലേക്ക് നോക്കിക്കൊണ്ട് കൃഷ്ണൻ്റെ കാരുണ്യത്തെ ഓർത്തുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് പറയണം. ആ വരികൾ നോക്കൂ നിങ്ങൾ. അധനോയം ധനം പ്രാപ്യ, 20-ാം ശ്ലോകം 81. അധനോയം ധനം പ്രാപ്യ മാധിന്നുച്ചൈനമം സ്മരേത് യദി കാരുണികോ നൂനം ധനം മേ അപൂരിനാഥതൽ. എന്നോടുള്ളൊരു കാരുണ്യം, വാത്സല്യം, ദയ അളവറ്റതാണ്. കാരണം എനിക്ക് ധനം തന്നാൽ, എനിക്കൊരു കിഴി തന്നാൽ നാമസ്മരണം ഞാൻ മറന്നു പോവുമോ, അത് വിട്ടുപോവോ എന്ന് ഭഗവാൻ പോലും ഭയപ്പെട്ടു എന്നാണ്. അപ്പൊ തൻ്റെ ഉള്ളിൽ അനസ്യൂതമായി നടക്കുന്ന, അനന്യമായി നടക്കുന്ന നാമസ്മരണം എന്ന സമ്പത്ത് പോവാതിരിക്കാൻ ആ കൃഷ്ണൻ മറ്റൊരു ധനവും എനിക്ക് തന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കും മനുഷ്യർക്ക്. നാമസ്മരണത്തേക്കാൾ വലിയൊരു സമ്പത്ത് വേറെ ഇല്ല. അതുകൊണ്ട് കൃഷ്ണൻ ആ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് വേറൊരു സമ്പത്തും തന്നില്ല എന്നാണ്. സുധാമാവിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. അവിടെ എത്തുമ്പോൾ പഴയ വീടൊന്നും കാണാനില്ല, കൊട്ടാരം പോലത്തെ ഒരു വീട്. സുധാമാവിന് തോന്നി ഇപ്പോഴാണെങ്കിലൊക്കെ പുതിയ പുതിയ റോഡും ഡെവലപ്മെൻറ്റും അല്ലേ. സുധാമാവ് വിചാരിച്ചു അക്വസിഷൻ കഴിഞ്ഞിട്ട് ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞാൽ ഗുരുവായൂർ ഈ കോലത്തിലാവില്ല, ഇതെല്ലാം മാറിയിട്ടുണ്ടാവും. അങ്ങനെ സുധാമാവ് അവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി, ബ്രഹ്മൻ 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 എന്നൊരു വിളി. സുധാമാവിൻ്റെ ഭാര്യ സുധാമാവിനെ വിളിക്കുക എന്താണ്? ബ്രഹ്മൻ എന്നാണ്. ശരിക്കും എല്ലാ സ്ത്രീകളും ഭർത്താവിനെ വിളിക്കേണ്ടതും അതാണ്. എന്ത്? നിങ്ങൾ കേട്ടില്ല? ബ്രഹ്മൻ എന്ന് വിളിക്കണം എന്നാണ്. തമാശയില്ല. വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങളതിനെ ചിരിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എവിടെയോ സപ്താഹം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഭർത്താവിനെ ബ്രഹ്മൻ എന്ന് വിളിക്കുക. എനിക്കൊന്ന് ട്രിവാൻഡ്രത്താണെന്ന്. അപ്പോൾ ഒരു അമ്മ പറയാണ്, ഞാൻ അങ്ങനെയല്ല വിളിക്കാറ്, ഞാൻ പരബ്രഹ്മം എന്നാണ് വിളിക്കാറെന്ന്. ചോദിച്ചാൽ അതെന്താണ്? ആ മനുഷ്യൻ റിട്ടയർ ചെയ്തിട്ട് പരബ്രഹ്മം പോലെ വീട്ടിലിരുന്നാൽ പിന്നെ ഞാൻ പരബ്രഹ്മം എന്നല്ലാതെ എന്താ വിളിക്കേണ്ടതെന്ന്. അപ്പോൾ സുധാമാവിൻ്റെ ഭാര്യ സുധാമാവിന് വിളിക്കുന്നത് ബ്രഹ്മൻ എന്നാണ്. ഇത് കേട്ട് ബ്രഹ്മം തിരിച്ചു നോക്കി, സുധാമാവ് തിരിച്ചു നോക്കി. സുധാമാവിന് വിശ്വസിക്കാൻ പറ്റും. നല്ല കളർഫുൾ സാരിയൊക്കെ എടുത്ത് നല്ല പുഷ്ടിയൊക്കെ വന്ന് നല്ല ഉഷാറായിട്ടിരിക്കുന്നു, പുഞ്ചിരിച്ചിരിക്കുന്ന ഭാര്യ. കൂട്ടിക്കൊണ്ടുപോയി വലിയ കൊട്ടാരം പോലുള്ള വീട്, ചന്ദനം കൊണ്ട് ഉണ്ടാക്കിയ കട്ടിലുകളും കസേരകളും. അപ്പോൾ അന്നത്തെ ചന്ദനത്തിൻ്റെ ഒരു ശക്തി നോക്കൂ നിങ്ങൾ. അതൊക്കെയാണ് കൃഷ്ണൻ ഓർഡർ ചെയ്ത സാധനം. എല്ലാം കൊണ്ട് സുഭിക്ഷം. ദേവിയോട് ചോദിച്ചു എന്താണ് പറഞ്ഞു. രാത്രി കിടന്നുറങ്ങി, ഒറ്റ രാത്രി കൊണ്ടാണ് കൺസ്ട്രക്ഷൻ തീർത്തത്. ഉറങ്ങിയതേ ഓർമ്മയുള്ളൂ. ഇവിടെ ഇതാ രാവിലെ തന്നെ ജോലിക്കാർ വന്ന് ചോദിക്കുകയാണ്,
കുളിക്കാൻ ചുടുവെള്ളം വേണോ, തണുത്ത വെള്ളം വേണോ, ഫിൽറ്റർ കോഫി വേണോ, സാധാരണ കോഫി വേണോ, ഇടിയപ്പം വേണോ, പുട്ട് വേണോ, ദോശ വേണോ, എന്താ വേണ്ടത്? വീട്ടിലൊന്നിനൊരു കുറവില്ല, സമ്പൽ സമൃദ്ധി. എന്നാൽ സുദാമാവ് പറഞ്ഞു, എനിക്ക് വേണ്ടത് മറ്റൊന്നാണ്. ആ സുദാമാവ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതാണ് നമ്മളൊക്കെ സ്മരിക്കേണ്ടതും. എന്താണ് സുദാമാവിന് വേണ്ടത്? തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന മഹൽകൃതേന ഗുണാലയേന വിഷജ്ജതത്തൽ പുരുഷപ്രസംഗ. ഞാൻ വായിക്കുന്നത് 36-ാം ശ്ലോകം. തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർ ജന്മനി ജന്മനി സ്യാൽ. ഇനിയും 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 എനിക്ക് ജന്മങ്ങൾ ഉണ്ടാവട്ടെ കൃഷ്ണ. എത്രയെത്ര ജന്മങ്ങൾ എടുക്കാനും ഞാൻ തയ്യാറാണ്. അതിലൊക്കെ ദാരിദ്ര്യം തന്നെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ മേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം, എൻ്റെ മനസ്സിൻ്റെ സൗഹൃദം, എൻ്റെ മനസ്സിൻ്റെ സഖ്യം, അത് ഭഗവാന്റെ നാമത്തോട് മാത്രമേ പാടുള്ളൂ എന്നാണ്. വേറൊന്നിനോടും എനിക്ക് ഒരു സൗഹൃദവും സഖ്യവും വേണ്ട. അതെനിക്കുണ്ടാവാൻ അതിനെന്താണ് വേണ്ടത്? മഹാനുഭാവേന, മഹാനുഭാവന്മാരായുള്ള ആചാര്യന്മാരോട്, ഗുരുക്കന്മാരോട് കൂടെ ചേർന്ന് എനിക്ക് ഈ ഒരു ഗുണാലയേന ഈ ഗുണം ഉണ്ടാവണം. അങ്ങനെ ഞാൻ പുരുഷപ്രസംഗ, പുരുഷനെന്നാൽ പൂർണ്ണത, പരമാത്മാവിനോട് പ്രകർഷേണ സംഘം ചെയ്തു കൊള്ളാം, എത്തിക്കൊള്ളാം, പരമാത്മാവിൽ എത്തിച്ചേർന്നോളാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത് ഭഗവാന്റെ നാമമാകുന്ന ആ സമ്പത്ത്, അതെൻ്റെ ഉള്ളിൽ നിന്നൊരിക്കലും വിട്ടുപോകരുത്. അതാണ് സുദാമാവിന് ആത്യന്തികമായിട്ട് വേണ്ടത്. അതാണ് സുദാമാവ് ആവശ്യപ്പെടുന്നത്. തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതത്തൽ പുരുഷപ്രസംഗ. ഇപ്രകാരം സുദാമാവ് തൻ്റെ ശേഷിച്ച ജീവിതം മുഴുവൻ ഭഗവാന്റെ ആ സ്മരണയിൽ നിറഞ്ഞു നിന്ന് അതാസ്വദിച്ച് ആനന്ദിച്ച് അതിൽ ലയിച്ച് അങ്ങനെ ഭഗവാനിലേക്ക് എത്തിച്ചേർന്ന ആ സുദാമാവിൻ്റെ ചരിത്രം നമ്മൾ കേൾക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർക്കണം, സുദാമാവിന് പുറത്തെ ദാരിദ്ര്യമുള്ളൂ, അകത്തൊട്ടും സമ്പന്നനായിരുന്നു, ഭക്തിയിൽ സമ്പന്നനായിരുന്നു. ഭഗവാൻ അതാണ് പഠിപ്പിക്കുന്നത്. ആര് ഭക്തിയിൽ സമ്പന്നരാണോ ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അവർ പൂജിതരാണ്. അപ്പം നമുക്കതാണ് പഠിക്കാതെ പോയത്. ഏറ്റവും വലിയ സമ്പത്ത് ഭക്തിയാണ്. ആ ഭക്തി ഉണ്ടാവണമെങ്കിൽ നാമത്തിൻ്റെ ആവർത്തനം വേണം. ഭക്തി പെട്ടെന്നുണ്ടാവുന്നതല്ല. ഭക്തി എന്ന് പറയുന്നത് നാമത്തിൻ്റെ ശക്തി കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ് ഭക്തി. നാമത്തിൻ്റെ ആവർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഭക്തി. ഭക്തി സംഭവിക്കുകയാണ്. ഭക്തി ഒരിക്കലും നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ അമ്പലത്തിൽ പോയാൽ ഭക്തി ആവില്ല. ദാറ്റ് ഹാസ് ടു ഹാപ്പൻ എന്നാണ്. അത് സംഭവിക്കുകയാണ്. ഒരു കുഞ്ഞമ്മയുടെ വയറ്റിൽ വളർന്നു വലുതാവുന്ന പോലെയാണ് ഭക്തി വളരുന്നത്. അമ്മ ഭക്ഷണം കഴിക്കുന്നു, കുഞ്ഞ് അതെടുത്തുകൊണ്ട് വളരുന്നു. ഇതുപോലെ നാമം ജപിക്കുന്നു, ഉള്ളിൽ മനസ്സിൽ ഭക്തി വളരുകയാണ്. ആ ഭക്തിയുടെ വളർച്ചയുടെ പൂർണ്ണതയാണ് ഒരമ്മ പ്രസവിക്കുന്ന പോലെ. ഈ ഭക്തിയുടെ പൂർണ്ണതയാണ് ജീവാത്മാവ് പരമാത്മാവിലേക്ക് എത്തൽ. അപ്പം നമുക്ക് ഒരൊറ്റ കാര്യം ചെയ്യാനുള്ളൂ, ഭക്തിയെ പോഷിപ്പിക്കാൻ നാമത്തെ വളർത്തിയെടുക്കുക. ഒരമ്മ ആഹാരം കഴിക്കുന്നു, കുഞ്ഞ് വളരുന്നു, ഇതോർത്താൽ മതി. ഇതുപോലെ നാമം ആവർത്തിക്കുന്നു, ഭക്തി. ബുദ്ധ്യാനുമാന ഗർഭിണ്യ, ഭാഗവതത്തിൽ പറയും, ബുദ്ധ്യാനുമാന ഗർഭിണ്യ വാസുദേവാനുചിന്തയ. ഇത് ഭാഗവതത്തിൽ 12-ാം സ്കന്ധത്തിൽ 5-ാം അധ്യായത്തിൽ
ബ്രഹ്മോപദേശത്തിൽ പറയുന്ന വരികളാണ്. ബുദ്ധ്യാനുമാന ഗർഭിണ്യ വാസുദേവാനു ചിന്തയ. അപ്പം നാമജപത്തിൽ അങ്ങനെ അനുസ്യൂതം സഞ്ചരിക്കുമ്പോൾ ഭക്തി വളർന്ന് 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 അവസാനം ഭഗവാനിലേക്ക് കുഞ്ഞിനെ പ്രസവിക്കുന്ന പോലെ ഈ ജീവാത്മാവ് അവസാനം പരമാത്മാവിലേക്ക് എത്തിച്ചേരുകയാണ്. ഇത്രയുള്ള കാര്യം. പക്ഷേ അതിനുള്ള ഒരു അനുഗ്രഹവും അതിനുള്ളൊരു ശക്തിയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്ന് മാത്രം. പലപ്പോഴും നമുക്ക് ഈ കാര്യങ്ങളിലൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളാരും അത്രയൊരു പൂർണ്ണമായൊരു സമർപ്പണത്തിൽ ഭക്തി കൊണ്ട് നടക്കുക. നമ്മുടെ വിചാരം ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ആളാണെന്നാണ്. പക്ഷെ വാസ്തവത്തിൽ ഭഗവാൻ വിളി കേൾക്കാനല്ല കാത്തിരിക്കണം, നമ്മളെ തന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. നമ്മളെ തന്നെ പൂർണ്ണമായി ഭഗവാൻ തന്നിലേക്ക്, ഒരു കടൽ ഒരു പുഴയെ കാത്തിരിക്കുന്ന പോലെ ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും സ്വീകരിക്കാനായി കാത്തിരിക്കുകയാണ്. അതാണ് ഈ സുധാമാവിൻ്റെ ചരിത്രത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദാരിദ്ര്യം എന്നത് പുറത്തല്ല, മനസ്സിൽ ദാരിദ്ര്യമുണ്ടോ ജീവിതത്തിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. എന്ന് നിങ്ങൾ നോക്കൂ, സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സമ്പത്തുണ്ട്, സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം, ആരോഗ്യത്തിൻ്റെ ദാരിദ്ര്യം, അല്ലേ, സംതൃപ്തിയുടെ ദാരിദ്ര്യം, സുഖത്തിൻ്റെ ദാരിദ്ര്യം, മനസ്സിന് മനോബലമില്ലാത്തതിൻ്റെ ദാരിദ്ര്യം. ഇന്നാണ് മനുഷ്യൻ ദരിദ്രരായിട്ട് ജീവിക്കുന്നത്. എന്നാൽ സുധാമാവിന് യാതൊരുവിധ ദാരിദ്ര്യവുമില്ല. അതുകൊണ്ട് കൃഷ്ണൻ്റെ മുന്നിൽ അല്പം പോലും അദ്ദേഹം കൈനീട്ടേണ്ടി വന്നില്ല.